പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നിമിഷപ്രിയ എന്നൊരു സഹോദരി യമനിൽ 5 വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്നുണ്ട്. ആ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് 5 വർഷത്തിലധികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ആ നിമിഷപ്രിയ നിരപരാധിയാണോ അതല്ലെങ്കിൽ കുറ്റവാളിയാണോ എന്ന് നമുക്കറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. അവർ പറയുന്നുണ്ട് അബദ്ധത്തിൽ ഒരു കൊല സംഭവിച്ചതാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവരറിയാത്തതാണെന്നൊക്കെ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതൊക്കെ യമന്റെ നിയമ കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാനേ പോണ്ട. എന്നാൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് 5 വർഷമായി ഭരണകൂടവും മറ്റു പല വ്യക്തിത്വങ്ങളും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ശ്രമിച്ചപ്പോൾ നടന്നത് കൊണ്ട് ആ കാന്തപുരം ഉസ്താദിനെതിരെ എന്തൊക്കെ വിദ്വേഷ പ്രചരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാന്തപുരം ഉസ്താദ് ജനമനസ്സുകളിൽ ഇടം പിടിക്കുമോ എന്ന പേടി കൊണ്ട് നിമിഷപ്രിയയുടെ മോചനം തടയാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാന്തപുരം ഉസ്താദ് ഈ കേസിൽ ഇടപെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് നിമിഷപ്രിയയെ വളരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന, നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കുന്ന കുടുംബങ്ങളെ പ്രകോപിതരാക്കുന്ന രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും പല രീതിയിലുള്ള കമന്റുകൾ ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ചില ആളുകൾ കാന്തപുരം വിരോധം കാരണമാണ് ഈ നിമിഷപ്രിയയുടെ മോചനം തടയാൻ ശ്രമിക്കുന്നതെങ്കിൽ ശ്രീജിത്ത് പണിക്കർ എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം നിരന്തരമായി മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന പ്രസ്താവനകൾ ഇറക്കുന്ന ആളാണ് ശ്രീജിത്ത് പണിക്കർ. നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു അമുസ്ലിം സഹോദരിയെ മോചിപ്പിക്കുമ്പോൾ ആ യമൻ ഭരണകൂടത്തെ കുറ്റം പറയേണ്ട ശ്രീജിത്ത് പണിക്കർ ഇപ്പൊ ചെയ്യുന്നത് നിമിഷപ്രിയയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം, കണ്ടോളൂ. ഞാൻ നിമിഷപ്രിയക്ക് കൂടെയില്ല എന്ന ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ്. ഇനി അദ്ദേഹം എഴുതിയത് ഞാനൊന്ന് വായിക്കാം. ഇന്നാട്ടിലും വിദേശത്തും കൊലക്കേസിൽ ജയിലിൽ കിടക്കുന്നവരോടും വധശിക്ഷ കാത്തു കിടക്കുന്നവരോടും നിങ്ങൾക്ക് ഇതേ അനുകമ്പയുണ്ടോ? കാന്തപുരം ഉസ്താദിനോടാണ്. നിമിഷപ്രിയ ചെയ്തത് ചെറിയ കുറ്റമല്ല. തൻ്റെ ബിസിനസ് പങ്കാളിക്ക് അമിതമായ അളവിൽ ഉറക്കമരുന്ന് കൊടുക്കുന്നു, അയാളുടെ മരണം ഉറപ്പുവരുത്തുന്നു, ശവശരീരം പലതായി വെട്ടിനുറക്കുന്നു, അതിനൊരു സഹായിയെ കണ്ടെത്തുന്നു, ശേഷം ശരീരഭാഗങ്ങൾ വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുന്നു. അവർക്ക് അവരുടേതായ ന്യായങ്ങൾ കാണും, ഏത് കൊലപാതകത്തിലും എന്ന പോലെ. പാസ്പോർട്ട് വീണ്ടെടുക്കാൻ ആയിരുന്നെന്നും പ്രതിരോധ ശ്രമം ആയിരുന്നെന്നും അതല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നുവെന്നൊക്കെ വിചാരണ വേളയിൽ ന്യായങ്ങൾ ഉയർന്നതാണ്. പക്ഷേ കോടതിയുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. കൊലപാതകം ആസൂത്രിതമായിരുന്നില്ലേ? ഉറക്കമരുന്ന് അമിതമായി കൊടുത്തത് പ്രതിരോധമാണോ? ശരീരം വെട്ടിമുറിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്തിനാണ്? ഇവിടെ കുറ്റം ചെയ്തില്ലെന്ന് പ്രതി പറയുന്നില്ല. കൊല്ലപ്പെട്ടയാളിന്റെ കുടുംബത്തിന്റെ മാപ്പാണ് ആഗ്രഹിക്കുന്നത്. എന്തിനാണ് മാപ്പ്? അവരുടെ ഒരാളെ ക്രൂരമായി കൊന്നതിന്, ശവശരീരത്തെയും അപമാനിച്ചതിന്. ഇപ്പോൾ നടക്കുന്നത് ന്യായമെന്ന ചിന്ത എനിക്കില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇതേ സമീപനം ഇവിടെ ജയിലിൽ കിടക്കുന്നവരോട് നാം കാട്ടുന്നില്ല? ഒരു രാജ്യം, ഒരു പൊതുപ്രവർത്തകർ, മതമേലധ്യക്ഷന്മാർ ഒക്കെ എന്തിന് ഒരു കുറ്റവാളിയെ സ്വതന്ത്രയാക്കാൻ ശ്രമിക്കണം? എന്റെ നീതിബോധം ഒരു കൊടും ക്രൂര കൃത്യത്തെ ന്യായീകരിക്കുന്നതല്ല. പ്രതിരോധ ശ്രമം എന്ന വാദം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നത് ഈ കേസിലെ പ്രധാന വിഷയമാണ്. ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കാം. സ്വന്തം രാജ്യത്തിന്റെ നിയമപ്രകാരവും അന്താരാഷ്ട്ര നിയമപ്രകാരവും ചെയ്തത് തെറ്റല്ല എന്ന് തെളിഞ്ഞിട്ടും ഇന്ത്യൻ കോടതികളുടെയും അന്താരാഷ്ട്ര കോടതിയുടെയും സംരക്ഷണം ഉണ്ടായിട്ടും ഇറ്റാലിയൻ നാവികരെ അവരുടെ നാട്ടിലേക്ക് വിട്ടയച്ചതിനെ എതിർത്തവർ തന്നെയല്ലേ നമ്മളിൽ പലരും? ഇവിടെയാണ് ഈ ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരുപാട് ആളുകൾ ഇതുപോലെ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ, അവരെയൊക്കെ മോചിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുമോ എന്നാണ്. ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഒരുപാട് ആളുകൾ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലുകൾ കൊണ്ട് ജയിൽ മോചിതനായിട്ടുണ്ട്, കൊലക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയിട്ടില്ല. ഇതും പരസ്യപ്പെടുത്തിയതല്ല, ഇത് വാർത്താ ചാനലുകാർ അറിഞ്ഞിട്ട് അവർ പരസ്യപ്പെടുത്തിയതാണ്. അപ്പോൾ കാന്തപുരം ഉസ്താദ് നടത്തിയ ഇടപെടലുകളൊക്കെ നിരന്തരമായിട്ട് ഫേസ്ബുക്കിലൂടെയും ചാനലുകളുടെയും പരസ്യപ്പെടുത്താൻ നിന്ന മലയാളി ചാനലുകൾക്ക് അതേ ചർച്ച ചെയ്യാൻ നേരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇന്നോ ഇന്നലെ ആയിട്ട് ഒരാൾ നാട്ടിലേക്ക് വരുന്നുണ്ട് ഗൾഫിൽ നിന്ന് ജയിൽ മോചിതനായിട്ട്. കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ കൊണ്ടാണത്. ശ്രീജ നെയ്യാറ്റിങ്കര എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും വന്ന പോസ്റ്റാണിത്. യമനിലേക്ക് പ്രതിനിധിയെ അയക്കാൻ നീക്കം. ഈ പോസ്റ്റിന്റെ കൂടെ ശ്രീജ നെയ്യാറ്റിങ്കര എഴുതിയ കാര്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ അതിന്റെ ചുരുക്കം പറയാം.
ഈ നിമിഷയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സിദ്ദീഖ് കാപ്പൻ എന്നൊരാള് ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ സിദ്ദീഖ് കാപ്പന്റെ മോചനത്തിനും അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി തെളിയിച്ചതും കാന്തപുരം ഉസ്താദിന്റെ ശക്തമായ ഇടപെടൽ കാരണമായിരുന്നെന്നാണ് ഷീജ നെയ്യാറ്റിൻകര വെളിപ്പെടുത്തുന്നത്. ഇതുപോലെ നിരവധി ആളുകൾ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ കാരണം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടതുണ്ട്. അതുപോലെ തന്നെ ജയിലിൽ നിന്ന് മോചിതരായവരുണ്ട്. അതിലൊരു പ്രവർത്തനം മാത്രമാണ് ഈ നിമിഷപ്രിയയുടെ കാര്യത്തിലും ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇത് ഇത്ര വലിയ സംഭവമാക്കി ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചാനലുകാർ ഇത് ആദ്യമായി കേൾക്കുന്ന രീതിയിൽ ഒന്ന് കൊട്ടിഘോഷിച്ചു എന്നുള്ളതാണ് വസ്തുത. പിന്നെ കാന്തപുരം ഉസ്താദിന്റെ അനുയായികൾ ഇതൊക്കെ ഒന്ന് ആഘോഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് ദുശ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും കാരണമാണ്. പരിശുദ്ധ ഇസ്ലാമിനെ ചുറ്റുപാടു നിന്നും ആക്രമിക്കാൻ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇസ്ലാം അന്യമതസ്ഥരെ വെട്ടിക്കൊല്ലണമെന്ന് പഠിപ്പിച്ച മതമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, അന്യമതസ്ഥരെയോട് വെറുപ്പ് കാണിക്കണമെന്ന് പഠിപ്പിച്ച മതമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയം എന്താണെന്ന് കാന്തപുരം ഉസ്താദ് കാണിച്ചു കൊടുത്തു. എന്താണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയമെന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ ഇന്ത്യ രാജ്യത്തെ പൊതുജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അത് ഒന്ന് ആഘോഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ എന്താണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയമെന്ന് പഠിച്ചപ്പോൾ അതൊന്ന് ആഘോഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഈ നിമിഷപ്രിയ എത്ര വലിയ കൊടും കുറ്റവാളിയാണെങ്കിലും കൊലപാതകിയാണെങ്കിലും ഇസ്ലാമിക ഭരണപ്രദേശങ്ങളിൽ അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള ഒരു നിയമമുണ്ട്. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ മാപ്പ് കൊടുത്താൽ ആ നിമിഷപ്രിയയെ പിന്നെ ഒരു കോടതിക്കും ശിക്ഷിക്കാൻ കഴിയില്ല. അതാണ് ഇസ്ലാമിക രാജ്യത്തെ നിയമം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലല്ലോ, ഇവിടെ ഒരുപാട് പേര് ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള നിയമമില്ല. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ കൊലയാളിക്ക് മാപ്പ് കൊടുത്താലും രക്ഷപ്പെടുത്താനുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിലില്ല. പിന്നെ എന്തിനാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇങ്ങനെ ഒരു നിയമം വെക്കുന്നത്? എത്ര വലിയ കൊടും കുറ്റവാളിയാണെങ്കിലും അവർക്ക് മാപ്പ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ചരിത്ര സംഭവങ്ങൾ നമുക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് വർഷങ്ങളോളം ജയിലിൽ കിടന്ന് കൊലക്കാരിന്റെ അറ്റത്തെത്തി നിൽക്കുമ്പോൾ കുടുംബം മാപ്പ് കൊടുത്ത് രക്ഷപ്പെടുന്ന അവസ്ഥ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അബ്ദുൾ റഹീമിന്റെ വധശിക്ഷയിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ആ കുടുംബം മാപ്പ് കൊടുത്തു. അബ്ദുൾ റഹീം ഇതുവരെ മോചിതനായിട്ടില്ലെങ്കിലും ആ കുടുംബം മാപ്പ് കൊടുത്തതുകൊണ്ട് വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു, ഒരു ജീവൻ രക്ഷപ്പെട്ടു. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്. നിമിഷപ്രിയയുടെ ആദ്യ കേസൊന്നുമല്ല. ഇനി ശ്രീജിത്ത് പണിക്കർ പറയുന്ന പോലെ നിമിഷപ്രിയ ചെയ്തത് കൊടും പാതകമാണെന്നിരിക്കെ നിമിഷപ്രിയ നിരപരാധിയാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഈ യമൻ പൗരനെ കൊന്നിട്ടില്ല എന്നോ ഈ ക്രൂരമായ കൃത്യം നടത്തിയിട്ടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ കുടുംബം മാപ്പ് കൊടുക്കാൻ തയ്യാറായാൽ അതെന്തിനാണ് മുടക്കുന്നത്? ആ കുടുംബം മാപ്പ് കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയാണെങ്കിൽ അത് മുടക്കിയിട്ട് നിമിഷപ്രിയയെ വീണ്ടും കൊലക്കേറിലേക്ക് തള്ളിവിടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത്തരത്തിലുള്ള ഒരു ശ്രമം എന്തിനാണ് നടക്കുന്നത്? ആ ഒരു ശ്രമം ഇന്ന് കേരളത്തിൽ നിമിഷപ്രിയയെ തൂക്കിലേറ്റണമെന്നോ വധിക്കപ്പെടണമെന്നോ ആഗ്രഹിക്കുന്ന വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിൽ സംഘപരിവാറും അവരോട് കൂറ് കാണിക്കുന്നവരും സലഫിസവും അവരോട് കൂറ് കാണിക്കുന്നവരും മാത്രമാണ്. അവരുടെ ഫേസ്ബുക്ക് പേജിലാണ് ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കേസിന് ആസ്പദമായ സംഭവങ്ങൾ നമ്മൾ പലതവണ പല ഭാഗത്തു നിന്നും കേട്ടു. അതിന്റെ വസ്തുത എന്താണെന്ന് നമുക്കറിയില്ല. അത് മറ്റൊരു രാജ്യത്ത് നടന്ന കേസാണ്. അവിടെ സത്യസന്ധമായി അന്വേഷണം നടന്നിട്ടുണ്ടെന്നോ വിചാരണ നടന്നിട്ടുണ്ടെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയാനേ പോകണ്ട. പക്ഷേ വലിയ കൊലപാതകയാണെങ്കിലും അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇസ്ലാമിലുണ്ട്, ഇസ്ലാമിക രാജ്യത്തുണ്ട്. അത് തടയാനോ അത് നിരാകരിക്കാനോ നമുക്ക് അധികാരമില്ല, നമുക്ക് അവകാശമില്ല. അവിടുത്തെ നിയമങ്ങളെ മാനിക്കാൻ, ആ മതത്തിന്റെ നിയമങ്ങളെ മാനിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇത് ആദ്യത്തെ സംഭവം ഒന്നല്ലല്ലോ. പ്രവാചകന്റെ കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി കരള് പറിച്ചെടുത്ത് ചവച്ചു തുപ്പിയ ഹിന്ദ് എന്നവർക്ക് മാപ്പ് കൊടുത്തവരാണ് പരിശുദ്ധ പ്രവാചകൻ. ഇതുപോലെ നിരവധി പ്രവാചക അനുയായികളെ അതിക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തവർക്ക് മാപ്പ് കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. അത്രയൊന്നും വരില്ലല്ലോ അത്. അപ്പൊ തീർച്ചയായിട്ടും എത്ര കൊടും പാതകം ചെയ്താലും അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇസ്ലാമിലുണ്ട്. എന്താണ് പരിശുദ്ധ ഇസ്ലാം പഠിച്ചിട്ടുള്ളത്? നിങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് നിങ്ങൾ മാപ്പ് കൊടുത്താൽ നിങ്ങളുടെ തെറ്റുകൾക്ക് ദൈവം നിങ്ങൾക്ക് മാപ്പ് തരുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഏതൊരു തെറ്റ് ചെയ്ത ആൾക്കും ഗവൺമെന്റിന് ശിക്ഷിക്കാനുള്ള അധികാരവും ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ആ കുടുംബത്തിൽപ്പെട്ട ആളെ കൊല ചെയ്തത് കൊണ്ട് ആ കുടുംബത്തിന്റെ തീരുമാനം അനുസരിച്ചാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. എങ്കിൽ മറ്റു തെറ്റുകൾ ചെയ്യുമ്പോൾ, മറ്റു കുടുംബങ്ങൾക്കൊന്നും ഒരു റോളും ഇല്ലാത്ത തെറ്റുകൾ ചെയ്യുമ്പോൾ അത് കോടതിയാണ് തീരുമാനിക്കുന്നത് അവനെ ശിക്ഷിക്കണോ വേണ്ടെന്നുള്ളത്. ഏതെങ്കിലും കുടുംബത്തിന് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളോ ഉപദ്രവങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ഉപദ്രവിക്കപ്പെട്ട അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബത്തിന് തീരുമാനിക്കാം ഈ കൊലപാതകയ്ക്ക് ശിക്ഷ കൊടുക്കണോ തൂക്കിലേറ്റണോ എന്നുള്ളത്. അത് അവരുടെ
ആ രാജ്യത്തുള്ള നിയമമാണ്. അതനുസരിച്ച് നിയമങ്ങൾ നടപ്പാക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സംവിധാനവും ആ രാജ്യത്തുണ്ട്. അത് നമ്മൾ മാനിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഇവിടെ ആരും ആ കുടുംബ അംഗങ്ങളെ സമീപിച്ചുകൊണ്ട് അവരെ കൊണ്ട് നിർബന്ധിച്ച് മാപ്പ് കൊടുപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു ആക്ഷേപവും പല ഭാഗത്തു നിന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ ആരും ചെയ്തിട്ടില്ല. ഓരോ മനുഷ്യനും നന്മ ഉദിക്കണമെങ്കിൽ ചിലപ്പോൾ മറ്റാരുടെയും ഉപദേശം വേണ്ടി വരും. ചിലപ്പോൾ പ്രതികാരദാഹം കൊണ്ട് അല്ലെങ്കിൽ വൈകാരികമായി ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള ദുശ്ചിന്തകൾ വരും. എങ്കിൽ നമ്മോട് തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മാപ്പ് കൊടുക്കാൻ ചിലപ്പോൾ സാധാരണക്കാരായ ഒരാൾക്ക് സാധിക്കണമെന്നില്ല. പക്ഷേ ഒരു പണ്ഡിതന്റെ ഇടപെടൽ കൊണ്ട്, പണ്ഡിതന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ കാരണം അയാൾക്ക് മാപ്പ് കൊടുക്കാൻ ഒരു പക്ഷേ ഈ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് കഴിഞ്ഞേക്കാം. അതൊരു സൽപ്രവൃത്തിയാണ്. അതാണ് ഇവിടെ കാന്തപുരം ഉസ്താദും യമനിലെ സൂഫി പണ്ഡിതന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ആ കുടുംബത്തിനെ സമീപിച്ചുകൊണ്ട് അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഈ നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കാൻ ഒരിക്കലും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ആരോപണങ്ങളും പല ഭാഗത്തുനിന്നും കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് കേവലം ഇതിന്റെ വരും വരായികളൊക്കെ ബോധ്യപ്പെടുത്തി നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരുപാട് തെറ്റുകൾക്ക് പടച്ചവൻ മാപ്പ് തരുമെന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഉപദേശം നൽകുക മാത്രമാണ് ഈ സൂഫി പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നിർബന്ധിക്കലും ഇവിടെ നടന്നിട്ടില്ല. ഏതായാലും ആ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി കാന്തപുരം ഉസ്താദിന്റെ നിർദ്ദേശം അനുസരിച്ച് യമനിലെ ഹബീബ് ഉമർ ഹഫീൽ എന്ന പണ്ഡിതനും അവരുടെ അനുയായികളും നിരന്തരമായിട്ട് ചർച്ച നടക്കുമ്പോൾ, ഇടപെടൽ നടത്തുമ്പോൾ ആ നിമിഷപ്രിയയുടെ മോചനം തടഞ്ഞ് അവരെ തൂക്കിലേറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ നമ്മൾ മലയാളികൾ തന്നെ ആണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. മറ്റു രാജ്യക്കാരുടെ മുമ്പിൽ തല കുനിച്ചു പോവുകയാണ്. ഒരു രാജ്യം ഒന്നായിട്ട് ഒരു കേസിന്റെ പിന്നാലെ, ഒരു സൽപ്രവർത്തിക്ക് പിന്നാലെ കാന്തപുരം ഉസ്താദിന് സപ്പോർട്ട് കൊടുക്കുമ്പോൾ അസൂയയും കുശുമ്പുമായി നടക്കുന്ന ചില ആളുകൾ കാന്തപുരം വിരോധം കാരണം ആ നിമിഷപ്രിയക്ക് കൊലക്കേർ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം മകൻ മരിച്ചാലും വേണ്ടിയില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള ആ പഴമൊഴിയാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്.